ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് റേഷനരി വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ 5 4 മണി പലഹാരങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഇതാണ് ഞാൻ യൂസ് ചെയ്ത റേഷനരി. നമ്മൾ ആദ്യമായി ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കുത്തുകോലാണ്. അതിന് വേണ്ടിയിട്ട് മാവ് തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് കുതിർത്ത അരി ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് അരിയാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ടീസ്പൂണോളം ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്, ഓപ്ഷനിലാണ്, ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ച് ഈ കാണുന്ന കൺസിസ്റ്റൻസിയിലായിരിക്കണം അരച്ചെടുക്കേണ്ടത്. ഇതിലേക്ക് ജീരകവും ഒരു നുള്ളു സോഡാപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇത് ചെറിയ ഉരുളകളാക്കണം. അതിന് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് എണ്ണ പുരട്ടിയ ശേഷം ഇതുപോലെ ഈ ഷേപ്പിലാക്കി എടുക്കുക. ചെറിയ ഉരുളകളാക്കിയിട്ട് കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കുക. നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. അതിനു വേണ്ടി ആദ്യം ശർക്കര പാനി ഉണ്ടാക്കാം.
ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. തിളച്ച് നന്നായിട്ട് കുറുകി വരണം. ഇനി ഇത് അരിച്ച് തണുത്തതിന് ശേഷമാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അരിയിലേക്ക് കുതിർത്ത് വെച്ച അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അത് അരച്ചെടുക്കണം. ആദ്യം ഇച്ചിരി വെള്ളമൊഴിച്ച് ചെറുതായി ഒന്ന് അരയ്ക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ശർക്കരപ്പാനി, തണുത്ത ശർക്കരപ്പാനിയാണ്, അതൊഴിച്ച് കുറേശ്ശെയായിട്ട് ഒഴിച്ച് അരച്ചെടുക്കുക. ഏകദേശം 250 ml ശർക്കരപ്പാനിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരുന്നത്. ഇനി 2 ചെറിയ പാളയംകോടൻ പഴം കൂടി ചേർത്ത് നന്നായിട്ട് അരയ്ക്കും. ഞാനിവിടെ തലേ ദിവസം രാത്രി കുതിർത്ത് വെച്ച അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഈ അരി കുതിർന്ന് കിട്ടാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കേണ്ടവർ കുറച്ച് നല്ല ചൂടുവെള്ളത്തിൽ ഇട്ടാലും മതി. എന്നാൽ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യം, ഒരു ചെറിയ തരിയുള്ള രീതിയിൽ, നല്ല ഫൈനായിട്ട് അരയണ്ട. ഇനി ഒരു നുള്ളു ജീരകം ചേർക്കാം, ഒരു പിഞ്ച് സോഡാപ്പൊടി, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കണം. അത് നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പാണ് ചേർക്കുന്നത്. തേങ്ങാക്കൊത്ത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം മാവിലേക്ക് ചേർക്കാൻ. പിന്നെ അരച്ച മാവ് 3 മുതൽ 4 മണിക്കൂർ വരെ മാറ്റി വെച്ചതിന് ശേഷം വേണം ഉണ്ണിയപ്പം വറുത്തെടുക്കാൻ. ഇത് നല്ല പഞ്ഞി പോലുള്ള ഉണ്ണിയപ്പമാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം. ഇത് കുഴിയിൽ നിന്നിങ്ങനെ പൊങ്ങി വരും. അന്നേരം തിരിച്ചും മറിച്ചും ഇട്ട് വേവിച്ചെടുക്കണം. അടുത്ത റെസിപ്പി അരിയുണ്ടയാണ്. അതിന് 1 ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കഴുകി ഉണക്കി പൊടിച്ച റേഷൻ അരിപ്പൊടി. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം,
3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 കപ്പ് ചിരകിയ തേങ്ങ, ഇത്രയും ചേർത്ത് ഒരു പിഞ്ച് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി കുറേശ്ശെ വെള്ളം തളിച്ച് നമ്മൾ പുട്ടിനൊക്കെ നനയ്ക്കുന്ന ഏകദേശം ആ ഒരു പരുവം പോലെ നനച്ചെടുക്കുക. ഞാനിവിടെ ഏകദേശം 8 ടീസ്പൂൺ വെള്ളം വരെ ഉപയോഗിച്ചിട്ടുണ്ട് നനയ്ക്കാൻ. ഇനി ഇത് ഒരു പാനിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുക. അരിയുണ്ട ഉണ്ടാക്കാൻ എടുക്കുന്ന പൊടി ഏകദേശം ഒരു പുട്ടിൻ്റെ പൊടി പോലത്തെ തരിയുള്ള പൊടിയായിരിക്കണം പൊടിച്ചെടുക്കാൻ. ഇതിപ്പോൾ നല്ല ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. ഈ ഒരു പരുവം വരെ ഫ്രൈ ചെയ്തെടുക്കണം. ശർക്കരപ്പാനി ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ട പിടിക്കുന്നത്. ശർക്കരപ്പാനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഉണ്ണിയപ്പത്തിൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഉണ്ട ഉണ്ടാക്കുമ്പോൾ ശർക്കരപ്പാനി ചൂടോടുകൂടി മാവിൽ ഒഴിച്ചിട്ടാണ് എടുക്കുന്നത്. ആ ചൂട് എപ്പോഴും ഉണ്ടായിരിക്കണം, നല്ല ചൂട്. അതൊഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ചെറിയ ചൂടോടുകൂടി തന്നെ ഉരുള പിടിക്കണം. ഇതുപോലെ കയ്യിൽ ഈ ശർക്കരപ്പാനിയുടെ കട്ടി കൂടുകയാണെങ്കിൽ അരിയുണ്ടയ്ക്ക് നല്ല കട്ടിയുണ്ടാവും. സോഫ്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ ആ ഒരു കൺസിസ്റ്റൻസി ചേഞ്ച് ചെയ്താൽ മതി. ഞാനിവിടെ സോഫ്റ്റായിട്ടുള്ള അരിയുണ്ടയാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് തിക്കായിട്ടുള്ള പാനി ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഈ കുറച്ച് പച്ചപ്പൊടി എടുക്കുന്നുണ്ട്. അത് നമ്മൾ അരിയുണ്ടയുടെ മുകളിൽ ഒരു ഭംഗി വരാൻ വേണ്ടിയിട്ട്. കടയിലൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല, അതുപോലെ ഉണ്ട പിടിക്കുക, ചെറുതായിട്ട് പൊടിയിലൊന്ന് റോൾ ചെയ്യുക, മാറ്റി വെക്കുക. തണുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ഉണ്ട പിടിക്കണം, ഇല്ലെങ്കിൽ പിന്നെ ഇത് ഉരുളയാക്കാൻ പറ്റത്തില്ല. അടുത്ത റെസിപ്പി കുഴിത്തപ്പം. ഇതൊരു വെറൈറ്റി സ്നാക്കാണ്, ക്രിസ്പിയാണ്, ടേസ്റ്റിയാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് തലേ ദിവസം രാത്രിയിൽ കുതിർത്ത് വെച്ച അരിയാണ്. ഏകദേശം 1/2 കപ്പ് അരി, 1 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ, പിന്നെ ഞാനിവിടെ മധുരം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. മധുരം ഇല്ലാതെ ഇതുണ്ടാക്കാം. അതിനായി ഞാൻ നല്ല കട്ടി ശർക്കര പാനി ഒഴിച്ചാണ് അരയ്ക്കുന്നത്. കാരണം ഇതൊരു ഷേപ്പിൽ ആക്കിയെടുക്കണം, അതുകൊണ്ട് വെള്ളം ഒട്ടും കൂടാൻ പാടില്ല. നന്നായിട്ട് അരയുകയും വേണം. മധുരം വേണ്ടാത്തവർ ഉപ്പ് ഉപയോഗിച്ചാലും മതി. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ എള്ള്, 1/4 ടീസ്പൂൺ ജീരകം, ഒരു പിഞ്ച് സോഡാപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് അരയണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇത് ചെറിയ ബോളുകളാക്കി അതിൻ്റെ നടുഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണം. ഒരു ചെറിയ കുഴി പോലാക്കണം. അതാണ് ഇതിന് കുത്തപ്പോന്ന് പേര്. ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ചെറുതായിട്ടൊന്ന് എണ്ണ പുരട്ടിയിട്ടുണ്ട് ഞാൻ കയ്യിൽ. ഇതുപോലെ ആക്കി എടുക്കണം. പിന്നെ എല്ലാ റെസിപ്പിയും ഞാൻ ചെയ്തിരിക്കുന്നത് റേഷനരിയിലാണ്. ഞാനിവിടെ ഒരു മീഡിയം സൈസിലാണ് ഉണ്ടാക്കുന്നത്. ആവശ്യാനുസരണം വലിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മധുരത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെ. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂട്ടാം, കുറവ് വേണമെങ്കിൽ കുറയ്ക്കാം.
ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് റെസിപ്പി നമ്മുടെ സ്വന്തം അവലീസ് പൊടിയാണ്. ഇതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കഴുകി ഉണക്കി പൊടിപ്പിച്ച റേഷനരി പൊടിയാണ്. 1 കപ്പ്. അതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ, 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വെള്ളം തളിച്ച് പുട്ടിന് നനയ്ക്കുന്ന പോലെ നനച്ചെടുക്കണം. നമ്മളുടെ അരിയുണ്ടയ്ക്ക് ചെയ്തതുപോലെ ചെറുതായിട്ട് വെള്ളം കുടഞ്ഞ് വേണം നനച്ചെടുക്കാൻ. ഇങ്ങനെ ചെയ്യുന്നത് ഫ്രൈ ചെയ്യുമ്പോൾ പൊടിയുടെ പച്ച മണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. നനച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ വരെ ആവുന്നവരെ ഫ്രൈ ചെയ്യണം. ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് തണുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1/4 ടീസ്പൂൺ ചുക്കുപൊടി ഇത്രയും ചേർത്ത് ശർക്കര ചിരകിയിട്ട് മിക്സ് ചെയ്യണം. ശർക്കരയോ പഞ്ചസാരയോ ഉപയോഗിക്കാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അവലീസ് പൊടി റെഡി.